മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനോടും ലോപ്പസിനോടുമായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. മാർക്കോയുടെ എല്ലാ ശരീര അവയവങ്ങൾക്കും യാതൊരുവിധ കുഴപ്പവുമില്ല. പൾസെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുകയാണെന്നെല്ലാം പറയുകയാണ് ഡോക്ടർ. 1 മാസം കൊണ്ട് റിക്കവറായി വരേണ്ട അയാളാണെങ്കിൽ ഇത്ര പെട്ടെന്ന് റിക്കവറായി വന്നതിൽ എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടെന്നാൽ ഡോക്ടർ പറയുന്നത് കേട്ട് കണ്ണനും ലോപ്പസുമാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അവർക്ക് ഇതിൽ പരം ഒരു സന്തോഷം ഇനി കേൾക്കാനില്ല. അങ്ങനെ ലോപ്പസും കണ്ണനുമാണെങ്കിൽ ദൈവത്തോടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, തങ്ങളുടെ മാർക്കോയ്ക്കൊന്നും സംഭവിക്കാതെ തിരിച്ചു തന്നതിനെന്ന്. സാറ് പോയ അമ്പലം വളരെ ശക്തിയുള്ളൊരു അമ്പലമാണെന്നും അവിടുത്തെ വഴിപാടുകളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലും ചെയ്യിക്കണമെന്നെല്ലാം ലോപ്പസ് ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവനാണെങ്കിൽ ഒരു മുരുകൻ്റെ ആരാധകനാണ്. അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന വേലിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് അവൻ ഇത്ര പെട്ടെന്ന് റിക്കവറായി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് മാർക്കോയ്ക്ക് സംഭവിച്ചിട്ടുള്ള അപകടത്തെക്കുറിച്ച് ലേഖയോട് സംസാരിക്കുകയാണ് മഹി. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മാർക്കോയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണമേ ദൈവമേ, ഞങ്ങളെ ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് മാർക്കോ ആണെന്നെല്ലാം ലേഖയോടായിട്ട് പറയുന്നുണ്ട് മഹി. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയെ വിളിച്ച് മാർക്കോയ്ക്ക് സംഭവിച്ചിട്ടുള്ള അത്ഭുതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു. മാർക്കോ എത്രയും പെട്ടെന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് മഹി പറയുകയാണ്. മാർക്കോയ്ക്ക് ഒരു കുഴപ്പവുമില്ല, മാർക്കോയുടെ എല്ലാം മാറി എന്നെല്ലാം കണ്ണേട്ടൻ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അതേസമയം അതിൻ്റെ കൂടെ തന്നെ മേഘനാഥൻ ആ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുള്ള കാര്യവും കണ്ണേട്ടൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അയാളന്നേരം മരിച്ചില്ലേ എടുത്തി എന്ന് ചോദിക്കുകയാണ്. പിന്നീട് മേഘനാഥിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യം കണ്ണനാണെങ്കിൽ ലോപ്പസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ലോപ്പസ് പറയുന്നുണ്ട്, അവനെ ആ കല്ലെടുത്തെറിഞ്ഞ സമയത്ത് അവൻ്റെ മരണം ഉറപ്പാക്കിയതിന് ശേഷം സാറിന് അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്നെല്ലാം പറയുകയാണ്. പിന്നീട് മാർക്കോനെ റൂമിലോട്ട് കിടത്താനായിട്ട് ICUവിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ മാർക്കോയുടെ കാണുമ്പോഴേക്കും കണ്ണനുമാണ് ലോപ്പസിനുമാണ് വളരെയേറെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മാർക്കോനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന നിന്നെ തുണച്ചു എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അതെനിക്കറിയാം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് മാർക്കോ. എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല, എൻ്റെ എല്ലാ അസുഖങ്ങൾക്കും നല്ല ഭേദം വന്നിട്ടുണ്ടെന്നെല്ലാം മാർക്കോ ആണെങ്കിൽ കണ്ണനോടും ലോപ്പസിനോടുമായിട്ട് പറയുകയാണ്. അതേസമയം ഹോസ്പിറ്റലിലോട്ട് വരികയാണ് മഞ്ജു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് ICUവിനകത്ത് കാണുന്നുണ്ട്. മേഘനാഥൻ്റെ ആ സ്ഥിതി കണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് മഞ്ജു. ജീവശവം പോലെ കിടക്കുന്ന ആ മേഘനാഥൻ്റെ ശരീരം കണ്ടിട്ട് മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തന്നെയാകുകയാണ് മഞ്ജുവിന്. പിന്നീട് ICUവിൽ നിന്നിറങ്ങുന്ന മഞ്ജു ആണെങ്കിൽ ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്, അവനൊന്നില്ലെങ്കിൽ ജീവിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ജീവശവമായിട്ട് തന്നെ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ കിടക്കണം, അവനിനി ഒരിക്കലും ആർക്കും ഒരു ഉപദ്രവത്തിനെത്തരുതെന്നെല്ലാം മഞ്ജു ആണെങ്കിൽ കണിശമായിട്ട് തന്നെ പറയാണ് ലോപ്പസിനോട്. അത് കേൾക്കുന്ന ലോപ്പസ് പറയുന്നുണ്ട്, മോൾ അതൊന്നും പേടിക്കേണ്ട, അവൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് വിടുകയാണ് മഞ്ജുവിനെ. പിന്നീട് മേഘൻ്റെ വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് നമ്മുടെ സീമന്തിനി. അങ്ങനെ സീമന്തിനി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എൻ്റെ മോൻ എന്താണ് സംഭവിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അയാളുടെ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല, അയാൾക്ക് തലയ്ക്ക് നല്ല ക്ഷതം ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഓർമ്മശക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അയാൾക്ക് ഓർമ്മ കിട്ടിയാൽ മാത്രമേ ഉണ്ടാകുള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളത് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സീമന്തിനി ഇത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നു. എൻ്റെ മോനെ ഒന്നും സംഭവിക്കരുത്, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തണം ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയാണ് സീമന്തിനി. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കണ്ണനോടായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അയാളുടെ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല, അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് അയാൾ കിടക്കുന്നത്, വെന്റിലേറ്റർ അഴിച്ചാൽ അയാളുടെ മരണം സംഭവിക്കും, അതുകൊണ്ട് തന്നെ അയാളുടെ ഓർമ്മശക്തി തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ടെന്നെല്ലാം ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട് കണ്ണനോട്. ഇത് കേട്ട് വളരെയേറെ ദുഃഖിക്കുകയാണ് നമ്മുടെ സീമന്തിനി. കണ്ണ, എൻ്റെ മോൻ എന്താണ് സംഭവിച്ചതെന്ന് പറയാനെല്ലാം പറയുമ്പോൾ കണ്ണൻ എല്ലാ കാര്യങ്ങളും സീമന്തിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ നീ രക്ഷപ്പെടുത്തി തരണമെന്നല്ല കണ്ണനോടായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അമ്മായി, അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനെ കാണുന്ന സീമന്തിനെയാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്നാലും എൻ്റെ മോനെ ഉപേക്ഷിച്ച് പോയല്ലോ, എൻ്റെ മോൻ ഈ അവസ്ഥ വരാനുള്ള കാരണങ്ങളെല്ലാം നീ തന്നെയാണെന്നെല്ലാം മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന സീമന്തിനോട് മഞ്ജു നല്ല വർത്തമാനം തിരിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ മോൻ ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷയാണ് നിങ്ങളുടെ മോൻ ഇപ്പോൾ അനുഭവിക്കുന്നത്, അതിന് വേറെ ആരും പഴിച്ചു കൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മകൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടാൻ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് മഞ്ജു. എന്നിട്ട് അവിടെ നിന്നും പോകുകയാണ്.
പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ മാർക്കോനെ ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ റൂമിലോട്ട് പോകുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ നമ്മുടെ അമ്മയുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. അമ്മയുടെ മടിയിൽ കിടക്കുന്ന മാർക്കോനെയാണ് കാണുന്നത്. ഇത് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് മഹാലക്ഷ്മി. മാർക്കോ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള കാരണം ഈ അമ്മ തന്നെയാണെന്നുള്ള കാര്യം മഹാലക്ഷ്മി അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ അമ്മയും മാർക്കോയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ അത്ഭുതമാകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.